എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളെവിടെ വന്നിരിക്കുന്നത്. നല്ല കിട്ടില്ല ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വാമിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അതെ ഗൈസ്, നമ്മൾ വാമിക്കുട്ടീനെ ഒരു സ്ഥലം വരെ കൊണ്ടുവന്ന് ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതെ, നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിഗ് ക്യാറ്റ് ഫാം അല്ലെങ്കിൽ ഒരു അനിമൽ ഫാം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് കുറച്ച് മൃഗങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ സമയം 3 മണി ആകാറായി. 3 മണിക്ക് ഇവിടെ ബിഗ് ക്യാറ്റ് ഫാമിംഗ് എന്ന് ഫീഡിങ് ഉണ്ട് കേട്ടോ. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഫീഡിങ് ഉണ്ട്. അപ്പം ഞങ്ങൾ വന്ന അതായത് സ്റ്റെല്ലംബൂഷ് എന്ന് പറഞ്ഞ കേപ്ടൗണിലുള്ള സ്റ്റെല്ലംബൂഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത്, അതായത് ഇതായിരുന്നു റിസപ്ഷൻ വന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് വന്ന് കുറച്ച് നടന്നൊക്കെ വന്നായിരുന്നു. ആ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ മോഡ് എങ്ങനെയോ കൈകൊണ്ട് മാറിപ്പോയി, ഫോട്ടോ മോഡിലായിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചില്ല. എനിവേ ഞങ്ങളിത് ടിക്കറ്റൊക്കെ എടുത്ത് അപ്പോൾ അവർ സ്റ്റാമ്പ് ചെയ്യും കേട്ടോ. ഇത് കണ്ടോ, 2 സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ട്. ഒന്ന് അനിമൽ റെഡ് കളറിലുള്ളത് അനിമലിൻ്റെയും മറ്റേത് ബിഗ് ക്യാറ്റിൻ്റെയാണ്. ബിഗ് ക്യാറ്റെന്ന് ഉദ്ദേശിച്ചത് ടൈഗർ എല്ലാം ഉണ്ട്. അപ്പം 2 തവണയാണ് ഡെയിലി ഫീഡിങ് വരുന്നത്, 11 മണിക്കും പിന്നെ 3 മണിക്കും. അപ്പം ഈ ഒരു ഫാമിൻ്റെ പേര് എന്താണ്? ഈ ഫാമിൻ്റെ പേര് വൃദ്ധനേഹാം എന്നെന്തോ പറഞ്ഞിട്ട് ഒരു ആഫ്രിക്കൻ നെയിമാണ്. ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പേരാട്ടോ. ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഫാം നിൽക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന പർവ്വതനിരകളില്ല, അതിനെയാണ് ജോങ്കഷോക്ക് പർവ്വതനിരകൾ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിവാരത്താണ് നമ്മുടെ സ്റ്റെല്ലംബൂഷ് പട്ടണം തന്നെ നിലനിൽക്കുന്നത് കേട്ടോ. യൂണിവേഴ്സിറ്റി പട്ടണമാണല്ലോ. ഇത് കണ്ടോ, വാമിയുടെ സ്റ്റാമ്പ് കണ്ടോ, വാമിക്കുട്ടിയുടെ റാബിറ്റിൻ്റെ സ്റ്റാമ്പ് ഉണ്ടല്ലോ. അപ്പോൾ വാമിക്കുട്ടീനെ കൊണ്ട് നമുക്ക് ആദ്യം ഈ അനിമൽ ഫാമിൽ കയറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും കയറണം. പക്ഷെ 3 മണിക്ക് ടൈഗറിൻ്റെ ഫീഡിങ് ടൈം. അപ്പം അതിനു മുമ്പ് നമുക്ക് വാമിനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറാം കേട്ടോ. അകത്ത് കയറിയിട്ട് നമുക്ക് പുറത്തിറങ്ങാം എന്തായാലും. അപ്പം ഇവിടെ കോംബോ ടിക്കറ്റ് ഉണ്ട്. അതായത് നമ്മുടെ അനിമൽ പ്ലസ് ബിഗ് ക്യാറ്റ്. അപ്പം ഈ 2 എണ്ണത്തിന് കൂടി അഡൾട്ട്സിന് 125 റാൻഡാണ് വരുന്നത്. പിന്നെ ഈ അനിമലിൻ്റെ മാത്രം 60 റാൻഡ് കേട്ടോ. അപ്പം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ക്രിഫ് എന്ന് വെച്ചിട്ട് അനിമൽ ഫാം. അപ്പം ഇവിടെ കുറച്ച് റാബിറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഫീഡിങ് ബാഗ് ഇവിടെ കിട്ടിയില്ല, കാരണം ടിക്കറ്റ് എടുക്കുന്നിടത്ത് അവർ പറഞ്ഞത് ഫീഡിങ് ബാഗ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ കോഷൻ ലോട്ട്സ് ഓഫ് മഡ്, കാരണം വിൻ്റർ ടൈം ആയതുകൊണ്ടേ മഴയെല്ലാം പെയ്ത് ഇവിടെ ചെളിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് ആടൊക്കെ ഉണ്ട്, ഇത് കണ്ടോ, ആടുകളെല്ലാം ഉണ്ട്. പിന്നെ മറ്റേ അൽപ്പാക്കും ഉണ്ട്. നമ്മുടെ ഇത് പിള്ളേരെല്ലാം സ്കൂട്ടറിൽ കളിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നത് അബദ്ധമായി എന്നെനിക്കൊരു തോന്നല. ആദ്യം ബിഗ് ക്യാറ്റ് ഫാമിൽ പോയാൽ മതിയായിരുന്നു, കാരണം ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോക്ക് ഇനി അസാധ്യമാണ്, ഒരു അസാധ്യമായ കാര്യമായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബിഗ് ക്യാറ്റ് ഫാമിലേക്ക് അനിമൽ ഫാമിലേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് ആട് ദൈവമി, ആടെങ്ങനെ കറിയണേ ഇങ്ങനെ ഇതുണ്ടോ, ആടുകളുണ്ട്. പിള്ളേരെല്ലാം ഫീഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കളിക്കാനുള്ള കുറേ ഏരിയാസ് ഉണ്ട്. നമുക്ക് എന്തായാലും റിസപ്ഷനിലല്ല ആ കഫേയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാടി. വിശക്കുന്നില്ലേ? ആദ്യം ഉണ്ട്. പക്ഷെ ആദ്യം ഫീഡിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വിശക്കുന്നില്ല. എന്തെങ്കിലും ഞങ്ങളെ വിദഗ്ധമായി പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലടി എന്ത് കാരണം? അതുകൊണ്ട് അതെ, കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പം ബൈക്കൊക്കെ കണ്ടപ്പോഴേക്കും ബൈക്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകുകയാണ് ചെയ്തത്. അപ്പോൾ നേരെ ഇനി നമുക്ക് ബിഗ് ക്യാറ്റ് ഫാമിലേക്ക് പോകാം. അപ്പോൾ പോകുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നടക്കുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു അടിപൊളി ഒരു ലേക്ക് കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയാന്ന് നോക്കി. അതിൻ്റെ സൈഡിൽ ടേബിളുകളൊക്കെ ഇവൻറ്റ്സൊക്കെ വരുമ്പം കഴിക്കാനും അതൊക്കെ നമുക്ക് ഇവിടെ ഫുഡൊക്കെ മേടിച്ചോട്ട് വന്നിട്ട് കഴിക്കാം. അപ്പോൾ പിക്നിക് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാനും ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇലകൾ കൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും പിന്നെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ആ നടത്തവും എല്ലാം കൊണ്ടും വളരെ ഒരു അടിപൊളിയല്ലേ? നല്ലൊരു മീനു എങ്ങനെയുണ്ട്? നല്ല വ്യൂ ഉണ്ടല്ലേ? നീ ടയേർഡാണോ? നടക്കാനായി അത്ര നടന്നില്ലല്ലോ. അതെ, കുറച്ച് നടന്നുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ബിഗ് ക്യാറ്റ് ഫാമിൻ്റെ സൈഡിലേക്ക് എന്തായാലും പോകാം.
അവിടെ ചെന്നിട്ട് ഫീഡിങ് ടൈം 3 മണിക്ക് ഉണ്ടാവും. സിമ്പിൾ വെച്ചേക്കുന്നത് സിംഹം അല്ലെങ്കിൽ പുലി ചവിട്ടി നടന്ന പോലെ. ഇവിടുത്തെ ഈ ചെറിയ ഒരു പൂക്കളുടെയും ചെറിയൊരു ചെടികളെല്ലാം നട്ട് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. കണ്ടോ വൈറ്റ് ടൈഗറാണേ. അപ്പം വൈറ്റ് ടൈഗറെ അവിടുത്തെ ആൾ തന്നെയാണ്. അവൾ ആ ഒരു മണം പിടിപ്പിച്ചുണ്ടോ. അത് പിടിപ്പിച്ചപ്പം അവൻ എണീറ്റ് വന്നിട്ട് ഒരു മണം പിടിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഫീഡിങ് ആയിട്ടില്ല, ഫീഡിങ് വരുന്നുള്ളൂ. അപ്പം ഇത് നോക്കി ഇതിനിട്ടിരിക്കുന്ന കൂട് ഫുള്ള് ഇലക്ട്രിക്കായിട്ട് ഭയങ്കരമായിട്ട് സൈക്കിളായിട്ടിരിക്കുന്നത്. എന്ത് വലുതല്ലേ. അപ്പോൾ ആമിക്കുട്ടി കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിട്ടാ. അപ്പം എന്തേ അവൻ അങ്ങോട്ട് നടന്നു പോയി. അവനാണോ അവളാണോ? ഇതിൻ്റെ ഉള്ളിൽ ഇതേ 2 ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ദേ അവിടെ ആ കൂട്ടിലൊരുത്ത് നിൽക്കുന്നുണ്ടോ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലോസപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേടി. നല്ല ക്ലോസ് ആയിട്ടല്ലേ. നമ്മൾ മറ്റേ സിംഹത്തിനെയൊക്കെ ഇത്ര അടുത്തല്ലായിരുന്നു, ഇത്ര അകലായിരുന്നു അല്ലേ. അതെ ഈ മാമിക്കുട്ടി അവനെ കാണാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഓൾറെഡി അവിടെ ഒരു ചെറിയ കൊച്ചും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ അല്ലേ സാധാരണ അങ്ങോട്ട് പോക്കോ. പൊക്കോ അങ്ങോട്ട് ഇല്ലേ. അത്ര അടുത്ത് അവനങ്ങോട്ട് നടന്നു പോയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല പച്ചപ്പിൽ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുല്ലാണിത്. അതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നത്. നമ്മളന്ന് ടൈഗറല്ല നമ്മളന്ന് ലയൺസ് പാർക്കിൽ പോയില്ലായിരുന്നു. ലയൺസ് പാർക്കിൽ പോയപ്പം ഒരു ഡ്രൈ സെറ്റപ്പായിരുന്നു സിംഹത്തിനുണ്ടായിരുന്നത്. എങ്കിൽ ഇവിടെ നോക്കി ഭയങ്കര പച്ചപ്പിലാണ് ഈ കടുവേനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ടൈഗറിനെ ഇട്ടിരിക്കുന്നത്. വിളിച്ച മാമി എവിടെ ടൈഗർ? എവിടെ ടൈഗറോ? ഇന്നത്തെ ക്ലൈമറ്റ് നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്. ഒരു 14 ഡിഗ്രി 13 ഡിഗ്രി അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കുവാണ്. എന്നാൽ സൂര്യനുണ്ടോ നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ബ്ലാക്ക് സാധനം ഉണ്ട് കേട്ടോ. മറ്റേ എടി ഇതിനെന്താടി പറയുന്നത് മീനു? കരിമ്പുലി. ഇത് കറുത്ത പുലി, കരിമ്പുലി എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അവൻ അതിൻ്റെ ഉള്ളിൽ കട്ടക്കുവാണേ. ഇത് ശരിക്കും ഒരു വൈനറിയാണ്. അപ്പം വൈൻ ഫാമാണ്. അപ്പോൾ വൈൻ ടേസ്റ്റിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റേയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ കണ്ടൊരു സെറ്റപ്പാണ് ഇങ്ങനൊരു ബിഗ് ക്യാറ്റ് പാർക്ക് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സിംഹത്തിനെയും കാണാം, ടൈഗറിനെയും കാണാം എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂട്ടത്തിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് കുറച്ച് അനിമൽസും അവർക്ക് കളിപ്പിക്കാൻ വേണ്ടി എന്തോ യെസ് റാബിറ്റ്. ഓക്കെ, where is the rabbit? Did you feed the rabbit? Yeah. Where? Are you going to feed tiger? No. No. Why? Rabbit. Huh? Rabbit. Okay. Yeah. But are you going to feed tiger? Yeah. Yeah. Where is chicken? Chicken. Where is chicken? Chicken. Huh? അവിടെ ചെളിയാ, ഇങ്ങോട്ട് വാ, കം. ചെളി ആയതുകൊണ്ടും ഇല്ലേ, മൊത്തം നടക്കുന്ന വഴിക്ക് ചെളി ആയതുകൊണ്ട് ഇവിടെ നടക്കാനായിട്ട് ചെറുതായിട്ട് മണ്ണെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാമിയുടെ ഷൂ കണ്ടോ? മാമിയുടെ ഷൂ കണ്ടേ നോക്കി, മൊത്തം ചെളിയാണ്. ഇവിടെ എല്ലാം ഈ പുല്ലിങ്ങനെ പച്ചപ്പിൽ കിടക്കുന്നുണ്ടെങ്കിലും ചെളിയാട്ടോ, വെള്ളമാണ്. ചവിട്ടുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് ക്യാറ്റില്ലേ, അത് ഒരെണ്ണുള്ളൂ. അതിൻ്റെ കപ്പിൾസിനെ നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇണേനെ നമ്മൾ കണ്ടില്ല. പക്ഷെ ആ വൈറ്റ് ടൈഗർ 2 എണ്ണം യമണ്ട സാധനം അല്ലേടി. എവിടെ? അവിടെ ഉള്ളത് നമ്മുടെ സാധാരണ ടൈഗർ അല്ലേ, നമ്മുടെ പുല്ലിമുരുകനിലൊക്കെ ടൈഗർ. അതെ, പുല്ലിമുരുകനിലെ ടൈഗർ കേട്ടോ. അപ്പോൾ പുല്ലിമുരുകനിലെ ടൈഗറിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് ഇതിൽ കൂടെ കറങ്ങി പോവാടി മീനും. അപ്പോഴേക്കും വേണം ഫീഡിങ് വരത്തുള്ളൂ. എന്ത് മാമി?
എന്നാ മാമി? ഞാൻ ഇങ്ങനെ ആ ഓക്കെ ബാ. ദേ ഇനി അപ്പുറത്ത് നല്ല എന്തോ ഒരു ഫാമുണ്ട്. അപ്പം നമുക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ വഴിക്ക് പോകുമ്പം ഇവിടെ എല്ലാം ഇങ്ങനെ കാണിക്കുന്നില്ലേ, എല്ലാത്തിൻ്റെ ഉള്ളിലും ഇവർ പുലികളെയും സിംഹത്തിനെയും, പുലിയല്ല, ഇതിൻ്റെ ഉള്ളിൽ ലിയോപാഡ് കേട്ടോ, ലിയോപാഡ് അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പുലിയാണ്. അപ്പം ലിയോപാഡിനെ കാണോ പറ്റുമോ എന്നുള്ളത് നമുക്ക് അടുത്ത് വന്നാലേ അറിയത്തുള്ളൂ. ഇതിനെ പറയുന്നത് ലിയോപാഡ് നടി. ഈ എന്താ പാന്തര, ആ ഒരു സ്പീഷീസാണിത്. ഇത് 2015 ഇത് ബോണ്. ഇതിനെന്താടി പറയാ, പാന്തറോ അങ്ങനെ എന്തോ സംഭവം ഒന്നും അറിയത്തില്ലേ. പാന്തർ അതന്നെ. ഇതാണ് ലിയോപാഡ്. ഇത് ബ്ലാക്ക് കളറാണെന്നുള്ളൂ. വാടി മാമി, കം ദേ ഇവിടെ ഉണ്ട്, ദേ ഇവിടെ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വേറെ ലിയോപാഡ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധാരണ പുലി കിട്ടാം, പുള്ളിപ്പുലി എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഇതും സ്പീഷീസ് തന്നെ. ഇത് 2009 ഉണ്ടായിരിക്കുന്ന ഒരു ഇത്തിരി വലിയ സാധനം കേട്ടോ അത്. അപ്പം ഇത് എവിടെയാണെന്നുള്ളത് ഒന്ന് ഓടിച്ചിട്ട് നോക്കണം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഇത് കിടക്കുന്നത്, കാണാൻ പറ്റുന്നില്ലല്ലോ, വിളിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു ചെറുതായിട്ടൊരു ഷെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലാണോ എന്നറിയില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോന്നിനും ഓരോ ഷെഡ്, ചെറിയ ചെറിയ രീതിയിൽ ഷെഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ഷെഡാട്ടോ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ, മഴ പെയ്തിട്ടേ. മീൻ പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെറുതായിരുന്നു പിട്ട ടയറുകളല്ലേന്ന്, അതിപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായല്ലോ എന്ന്. നമ്മളിങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞത്, ഓറഞ്ച് വെച്ചിട്ട്. അതെങ്ങനെ മണ്ടത്തരാന്ന്, അതങ്ങനെ കിടക്കുമല്ലേ അറ്റാച്ച്. നമ്മുടെ കയ്യിൽ വലിയ ടയറല്ലേ ഇരിക്കുന്നത്, നമ്മുടെ വലിയ ടയർ ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ലിയോപാഡ് ഇല്ലടി, ലിയോപാഡിനെ കണ്ടില്ലല്ലോ അല്ലേ. ഷെഡിൽ ഇനി കിടന്നുറങ്ങുകയാണെന്നറിയില്ല. അവിടെ ഒന്നും എഴുതിയും വെച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഫീഡിങ് ടൈം ആകെ ഒരു ചെറിയൊരു ഇട്ടവട്ടത്ത് കാണുന്നതാണ്. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ മറ്റേ പുല്ലിമുരിക്കുള്ള ടൈഗർ എന്ന് പറയില്ലേ, ആ ടൈഗർ അപ്പുറത്താണ്. അവൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാമിക്കുട്ടീനതേ ഒറ്റയ്ക്ക് വന്ന് ഇട്ടിട്ട് നോക്കി. വാടി വാമിക്കുട്ടി. നമ്മളിപ്പോൾ ഇവിടെ കെട്ടിയിരുന്ന ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പം ദേ അവിടെ ഒരു കിടക്കുന്നുണ്ടാ ഒരുത്തി. അത് വൈറ്റ് ലൈനാട്ടോ. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച് ഫാമാണ്. എല്ലാത്തിൻ്റെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എന്ത് ഫാമാണെന്ന് അറിയത്തില്ല. എന്തോ ഫ്രൂട്ട്സാണ് നിൽക്കുന്നത്. അപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ ഇല വന്നാലേ അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താടി, പ്ലമ്മോ പീച്ച അങ്ങനെ എന്തോ സംഭവം. പ്ലമ്മ എന്തോ വന്നു തോന്നുന്നു, ആപ്പിളല്ല. അപ്പം ദേ അവൾ കിടന്ന് ഉറങ്ങുവാണ്. ഇപ്പോൾ ഭക്ഷണം വരാറായിട്ടുണ്ട്. അപ്പം ഐറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഷെഡാണ്. അല്ലാതെ അവിടെയും ഉണ്ട് ഒരെണ്ണം ചെറുത്. ഞങ്ങളതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിട്ടോ. താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ അങ്ങ് കിടക്കുവാണ് അവൾ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് അവൾക്ക് റെസ്റ്റ് എടുക്കാനും. പിന്നെ അവിടെയും ഒരു സാധനമുണ്ട്, അത്രയും കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എണ ഇതിലില്ല. ആൺസിംഹം ഇവിടെ കിട്ടില്ല. ആൺസിംഹം അതിൻ്റെ പുറകിൽ, അത് വേറെ കേട്ടോ. അത് വൈറ്റ് അല്ല, ഇത് വൈറ്റാണ് കിടക്കുന്നതെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സാധാരണ നമ്മുടെ കാട്ടിലെ രാജാവില്ലേ, അവൻ അവിടെ കിടപ്പുണ്ട്. അവൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. അങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ആശാൻ്റെ അടുത്തെത്തിയിട്ടാ. കാട്ടിലെ രാജാവ് എന്നൊക്കെ പറയില്ലേ, അവനാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ ഒരു ലുക്ക് നോക്കിയാൽ നിങ്ങൾ, അവൻ്റെ ആ തലയിടുപ്പുണ്ടല്ലോ, ആ തലയിടുപ്പിൽ തന്നെ നമ്മളെല്ലാവരും അവൻ്റെ ഒരു ഫാനായി മാറുന്ന ഒരു അവസ്ഥയെ കാണുന്നത്. മാമിക്കുട്ടി വന്നു ഇവിടെ. അപ്പം അവൻ്റെ അവൻ്റെ ആ ഒരു പാറകളൊക്കെ കൂട്ടിയിട്ടേക്കുന്ന അതിൻ്റെ മുകളിൽ തലയുടുപ്പോട് കൂടി നിൽക്കുന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പാണ് നമ്മൾ കാണുന്നത്. എന്താ ഭംഗിയല്ലേ, അടിപൊളി. ഇവൻ്റെ തലയിടുപ്പുള്ളത് കൊണ്ട് തന്നെ ഇവനെ കാട്ടിലെ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫീഡിങ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഫീഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തായാലും നീങ്ങാം. അപ്പം പെട്ടെന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഫീഡിങ് ടൈം ആയിരുന്നു കേട്ടോ. അപ്പം വൈറ്റ് ടൈഗറിനാണ് ഫീഡിങ് എന്ന് പറഞ്ഞു. അപ്പം സൂര്യപ്രകാശം അടിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വൈറ്റ് ടൈഗറിന് ഫീഡിങ് ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മളും അവരുടെ കൂട്ടത്തിൽ പോകുക. എന്നിട്ട് ഇനിയും ഈ വന്ന വഴികളെല്ലാം ഫീഡും കൊണ്ട് നമുക്ക് വരാം. എങ്ങനെ ഉണ്ടാവും, അവിടെ നിറച്ച ആൾക്കാർ കൂടി. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ടൈഗേഴ്സിനുള്ള ഫീഡ് കൊണ്ടുപോകുന്നുണ്ടോ. ചിക്കൻ ഫുൾ ചിക്കനാണ് അത്. അതാണ് കൊണ്ടുപോകുന്നത്. അത് കൊടുക്കാൻ വേണ്ടിയാട്ടോ പോകുന്നത്. തൂക്കി
അമ്പൂ സാധനം എന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടോ വീഡിയോ എടുക്കാൻ പോണുണ്ടോ? നീ കണ്ടോ മാമി? കാണുന്നുണ്ടോ? അപ്പോൾ ദേ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. അതേ രണ്ടാളും ഇവിടെ എത്തി. Now, guys, my name's Kayla. Like I said, I'll be your guide today. Now we're going to start with you. Then we want to our beautiful black leopard, our normal leopard, our lions, and that last tiger, very long. Now I am feeding our cats KFC chicken today. They got kudu this morning because they're ഇതുണ്ടോ ചിക്കൻ കൊടുക്കുന്നത്? അവളത് നേരെ ഇതിന് ഡെയിലി കിട്ടുന്നുണ്ട്, മറ്റേ ആഴ്ചയിൽ ഇടുന്നുള്ളൂ. അവനെടുത്തിട്ട് അവനെടുത്തില്ലേ? എടുത്തു, ഓരോന്നെടുത്തു. Now guys, this is Kira and Fahari. Now there are two beautiful white Bengal tigers. They're two sisters, they're twins, and they're at least 6 years old. So they're technically still babies. Now when you look at this for the first time, the last thing that you're going to say is that they're still babies. They both weigh 325 kilograms each. അപ്പോൾ അതിന് 2 ചിക്കനും ഇട്ട് കൊടുത്തു. ഒരുത്തനാണെങ്കിൽ എടുത്തിട്ട് പോയി, ഒരുത്തന്നെ ഇവിടെ ഉണ്ട്. ഇത് ട്വിൻസ് ആണെന്നാട്ടോ പറഞ്ഞത്. ബേസിക്കലി ഇത് സ്റ്റിൽ ചെറുതാണ്. അപ്പം വൈറ്റ് ടൈഗറിന് ഫീഡ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഓരോ ചിക്കനാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്തോരം ആൾക്കാരുണ്ടെന്ന് അറിയുമോ? ആ ഫീഡിങ് ടൈം ആയപ്പോഴേക്കും ഇഷ്ടം പോലെ ആൾക്കാർ വന്നു. അപ്പം നമ്മൾ നേരെ ഇനി ആ ബ്ലാക്ക് ലിയോപാഡിന് കൊടുക്കാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ എല്ലാവരോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തടി ഇത് കണ്ടോ, ബ്ലാക്ക് ലിയോപാഡ് ഇവിടെ ഇത്തിരി ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേ അവനിവിടെ കിടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. അവനിനി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുവാണ്. അവനൊന്ന് എഴുന്നേറ്റ് നോക്കി. അവൻ അത്രയ്ക്ക് സൈസ് ഇല്ല കേട്ടോ. സൈസ് കൊണ്ട് അവൻ ചെറിയതാണ്, കാരണം പുലി അല്ലേ. അപ്പം പുലിക്ക് ഒരു സൈസ് കുറവാണ് ടൈഗറിനെ വെച്ചിട്ടേ. അപ്പോൾ ബ്ലാക്ക് ലിയോപാഡിന് ചിക്കൻ ഇട്ട് കൊടുത്തത് കേട്ടോ. വാവ്, അവന് ഒരെണ്ണം കൊടുത്തു. ഇവനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഈ ഷെഡിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ദൈവം പുറത്ത് വന്നു കറക്റ്റ് ഫുഡിൻ്റെ ടൈം ആയപ്പം. അപ്പം ബ്ലാക്ക് ലിയോപാഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ ഇപ്പോഴും അവർ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ തിരക്കാട്ടോ, അതിൻ്റെ ഉള്ളിൽ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ബ്ലാക്ക് ലിയോപാഡിനെ കുറിച്ച് പറഞ്ഞത് നൈറ്റ് മാത്രം ഹണ്ട് ചെയ്യത്തുള്ളൂ എന്നൊരു സെറ്റപ്പാണ്. ഇവന് ഇനിയിപ്പോൾ ഇവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്ഥലം കിട്ടിയില്ല അവിടെ നിൽക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് വന്നു. ആദ്യമേ സ്ഥലം പിടിച്ചു അല്ലടി മീനും. അതാ നല്ലത്. ഇത് വാമിയതേ കൊടുക്കണ ചിക്കൻ, ചിക്കൻ കണ്ടോ. അതിനോടത് വന്നു. അവനിത്തിരി മടിയനാന്ന് തോന്നേ, വേണ്ടോ ഭയങ്കര സ്ലോയിലൊക്കെ ആയിരുന്നു. Now this is CJ, he's our African leopard and he's our grumpy grandpa, but that is what I love about it, okay? Now like leopards you should have between 12 to 13. CJ is currently 6. നമ്മൾ നേരത്തെ കണ്ടേ വൈറ്റ് ലൈനില്ലേ, അവൻ്റെ എഴുന്നേറ്റ് അവൾ എഴുന്നേറ്റ് ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത്. ദേഷ്യം നട്ടുള്ള ദേഷ്യം. ഇവള് നേരത്തെ കിടന്നുറങ്ങുമായിരുന്നേ നമ്മൾ വന്നപ്പം. ഇപ്പോൾ ദേ എഴുന്നേറ്റ് ഇവിടെ ഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ടേ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ഇത്തിരി കലിപ്പിലാണ്, വീശുന്നിട്ടാണ് തോന്നുന്നു ഇത്തിരി കലിപ്പ്.
അപ്പം അതേ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ലുക്കും എല്ലാവരോടും ഇത്തിരി അലർന്ന് കാണാം ഇടയ്ക്കിട്ട് കലിപ്പിൽ. അതുമാത്രമല്ല ഇവരെ കാലുമൊക്കെ കുറച്ച് ഈച്ചകളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓ പേടിപ്പിച്ചണ്ട പിള്ളേരെ, പേടിപ്പിച്ചിട്ടാണ് അവൾ എഴുന്നേറ്റ് പോയി. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കാണാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർ ഇത്ര ആയതുകൊണ്ട്. നമ്മൾ പണ്ട് ലൈൻ പാർക്കിൽ പോയപ്പം ഉള്ള പോലെയല്ല കേട്ടോ. ഇവിടെ കിടക്കുന്നുണ്ടോ ലൈൻസ്. അപ്പോൾ അവളവിടെ പോയിട്ടുണ്ട്. അവൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ചാടി 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 എടുത്തു. അത് 6 year old ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പുറത്തേക്ക് നോക്കുമ്പം കിടക്കുന്നു സിംഹം. അപ്പോൾ ഇവിടെ നമ്മുടെ നോർമൽ സിംഹം ഇവിടെ കണ്ടോ. അവളും ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ നടക്കുവാണ്. ഇതൊക്കെ എന്താ സൈസല്ലേ മീനു. ലേഡി മാമി ഇതൊക്കെ നമ്മളെ ഫുള്ള് ഫീഡ് കൊടുക്കുന്ന കാഴ്ച കാണാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം വാമിക്കുട്ടി കണ്ടോ, വാമിക്കുട്ടി ഒന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത്. അപ്പം വാമിക്കുട്ടി ടയേർഡായി. അപ്പം എല്ലാത്തിനും ചുമ്മാ ഇങ്ങനെ ഫീഡ് ഇട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ തേടി വാമി ബിഗ് ടൈഗർ. വാവ്, ഇതാണ് നമ്മുടെ പുലിമുരുക്കനുള്ള ടൈഗർ എന്ന് പറഞ്ഞത് കേട്ടോ. പുലിമുരുക്കൻ സിനിമയിലെ ടൈഗർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ടൈഗർ എന്നല്ല കേട്ടോ. അപ്പം അവനും വെയിറ്റിംഗ് ആണ് ഭക്ഷണത്തിന് വേണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവനാണ് ഇതിലെ ഹൈലൈറ്റ് ലുക്ക് എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. ഇവൻ്റെ ലുക്കിൻ്റെ അത്രയും വേറൊരു സാധനത്തിനില്ല. അത്രയ്ക്ക് ലുക്ക്. അമ്പു സിംഹത്തിനേക്കാളും ലുക്കല്ലേ. അത്രയും ലുക്ക്, അത്രയും സൈസ് ഉണ്ട് കേട്ടോ സാധനം. വരയും എല്ലാം കൊണ്ടും നല്ലൊരു ഭയങ്കര ഒരു പ്രത്യേകത. എന്തുട്ടാ സാധനം നോക്കി. ദിവന്നെ വിളിച്ച് ടൈഗർ ടൈഗർ. അപ്പോൾ ഇവനും തേരാപാര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. കലിപ്പ് ലുക്ക് തന്നെയാണ്. അപ്പം ഇതിന് ഫീഡ് കൊടുക്കണമെങ്കിൽ അവർ അതിന് വന്നിട്ട് ആ ഫീമെയിൽ ലൈന് വന്ന് ഫീഡ് കൊടുത്തിട്ട് വേണം ഈ ടൈഗറിന് ഫീഡ് കൊടുക്കാൻ. ഈ ടൈഗറാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ആ ടൈഗറില്ലേ, ആ ടൈഗർ കേട്ടോ. അപ്പം ഭയങ്കര ഒരു സൈസാണ്. എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഒരു 100-300 kg അതൊക്കെ മേലെ ഉണ്ടാകത്തുള്ളൂ. ഭയങ്കര ഒരു ലുക്കും ആ വരകളും ഇതൊക്കെ വിശന്നിട്ടാണെന്ന് തോന്നുന്നു ശബ്ദം ഉണ്ടാക്കി നടക്കുന്നത്. എല്ലാവരും അപ്പോഴേക്കും അതിനൊന്നും കൊടുക്കുന്നത് കാണാനായിട്ടുള്ള ക്ഷമയിൽ എല്ലാവരും ഇതിൻ്റെ അടുത്തേക്ക് എത്തി. അതാണ് അതിൻ്റെ സെറ്റപ്പ് കേട്ടോ. അപ്പം ഫീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡെയിലി ഫീഡിങ് കിട്ടുന്നതുകൊണ്ടായിരിക്കും മീറ്റുകൾ അധികം ഒരു ചാടിപ്പറക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. 2 നേരം ഫീഡ് കിട്ടുന്നുണ്ട്. 11 മണിക്കുണ്ട്, 3 മണിക്കുണ്ട്. നമ്മൾ ലയൺസ് പാർക്കിൽ പോയ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആഴ്ചയിൽ വീക്ക്ലി 2 തവണ ഒറ്റ നേരം മാത്രമേ ഉള്ളൂ ഫീഡിങ്. അതുകൊണ്ടാണ് അവർ അത്രയും ഉഷാറിൽ വിശന്നിരുന്നിട്ടേ വന്ന് മേടിച്ച് കഴിക്കുന്നത്. പക്ഷേ ഇതിങ്ങൾക്ക് ഓരോ ചിക്കനെ കൊടുക്കുന്നുള്ളൂ. അപ്പം 2 നേരം ഉണ്ടല്ലോ. അപ്പോൾ 2 ചിക്കൻ ഡെയിലി കിട്ടുന്നുണ്ട്. മറ്റേതുങ്ങൾക്കാണെങ്കിൽ 3-4 ചിക്കൻ കിട്ടുമായിരുന്നു. ഇതൊക്കെ അത് കിടന്നുണ്ടോ ബോധം കിട്ടുകയാണ്. ഓ മമ്മി ഓ അപ്പം അത് കിടന്നു കേട്ടോ. വീണോ മാമി? സ്ലീപ്പിംഗ്. വീണ്ടും എഴുന്നേറ്റ്. ക്ഷമയില്ലാട്ടാ, ഒത്തിരി രക്ഷയില്ലാത്തൊരു സെറ്റപ്പ് വിശന്നിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മളാരെങ്കിലും അതിൻ്റെ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ലേ അവിടെ എവിടെയെങ്കിലും പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ 2 കഷ്ണമാകും. അത്രയ്ക്ക് സെറ്റപ്പ് ഇട്ടാ. നടന്നു നോക്കിയാൽ കാലൊക്കെ വെക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടോ. അത് നോക്കി. ലയനല്ലേ ഇത്? ടൈഗർ. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അല്ലടി നമ്മുടെ വാമിക്കുട്ടി ഇത് ഉഷാറായി. ടൈഗറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉഷാറായിട്ടാണ് വാമി. അപ്പോൾ ഇവിടെ എന്താണാവോ, ഇവിടെ അവൻ്റെ പ്ലേസ് തന്നെയാണ്. അവൻ്റെ പ്ലേസ് തന്നെയാണ്. അപ്പം ഞങ്ങൾ നേരെ ഇനി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. അവന് ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് അങ്ങ് കിടക്കുവാണ്. അവൻ്റെ തന്നെ തട്ടകമാണ്. സിംഹത്തിനേക്കാളും കൂടുതൽ പ്ലേസ് ഇവനിട്ടിട്ടുണ്ട്. അല്ലടി, സിംഹത്തിനേക്കാൾ കൂടുതൽ പ്ലേസ് ഇവനുണ്ട്.
നോക്കി ഇവൻ്റെ സ്പേസ് നോക്കി. അതും ഇവൻ്റെ സ്പേസിൽ കണ്ടോ നീ, കുറ്റിക്കാടുകൾ പോലെ ആ ഒരു സെറ്റപ്പ് ഉണ്ട്, വെള്ളമുണ്ട്. ഇതേ അവനെ കിട്ടി. ഓ അവൻ പിടിച്ച കാഴ്ച നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അതെ, കുറച്ചു നേരം വെയിറ്റ് ചെയ്തതായിരുന്നു. അവനൊരു ഇത്തിരി ഓൾഡാണ്, പക്ഷെ ഇവനത് പാറൊക്കെ വെച്ചാക്കുന്നുണ്ടോ, പാറക്കല്ലുകൾ, മീൻസ് പാറക്കല്ല് കണ്ടോ, വിപുലീകരിച്ച് മരമുണ്ട്. ഇതേ അവൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ ഇരുന്ന് നൈസായിട്ട് അവൻ തട്ടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അവൻ തട്ടട്ടെ. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെ ഒന്നുമില്ലല്ലോ അല്ലടി, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ, ഇതൊക്കെ അവൻ്റെ പ്ലേസ് കേട്ടോ, ഇതൊക്കെ അവൻ്റെ തട്ടകം. അപ്പോൾ ഇനി ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിക്കൂടെ നമുക്ക് നേരെ അനിമൽസിൻ്റെ അവിടെയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ പോയി എന്തെങ്കിലും കഴിക്കണം. കാരണം വാമിക്കുട്ടി കിടന്നുറങ്ങി തുടങ്ങി. പെണ്ണാണെങ്കിൽ ഒന്ന് ഛർദ്ദിച്ചു. ഭക്ഷണം കഴിച്ചതായിരുന്നു, പക്ഷേ ഛർദ്ദിച്ചത് കൊണ്ട് ഒരു ക്ഷീണമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അങ്ങോട്ടേക്ക് നീങ്ങട്ടെ കേട്ടോ. ഞാൻ വാമിക്കുട്ടീനെ ഒന്ന് പിടിക്കട്ടെ. ഇതുകൊണ്ട് വെള്ളം തൂക്കി എല്ലാം പോയി. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഷൂ നോക്കി, വൈറ്റ് ഷൂ ആയിരുന്നു. ഇത് കണ്ടോ, ഈ വഴിക്ക് വാടി, നീ ഞാൻ പോകുന്ന വഴിക്കുവാ, ബാ ഇങ്ങോട്ട് വാ. അപ്പം നേരെ ഞങ്ങളെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ആണ്, ഷെയർ ആണ്, കമൻറ്റ് ആണ്, എല്ലാ പരിപാടിയും ചെയ്തോ. ആഫ്രിക്കൻ ബെല്ല് ക്യാമ്പറ കേട്ടോ. വ്യൂയിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്കുള്ള നടത്തും കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതേ ഒരു ചെറിയ കുഞ്ഞു ഫോട്ടോഗ്രാഫറെ കണ്ടോ, അതേ ഫോട്ടോ എടുക്കാൻ നോക്കി. അടിപൊളിയായിട്ടില്ലേ, അടിപൊളി. അപ്പം നല്ല വിശപ്പായല്ലേ മീനു? ഇല്ലല്ലേ? നമുക്ക് നേരം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നതായിരുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് പെട്ടെന്ന് ഫീഡിങ്ങും കൂടി കാണാമെന്നാണ്. പക്ഷെ ഫീഡിങ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു ലുക്ക് കിട്ടിയില്ലല്ലേ, ഒരു ഗുമ്മ് കിട്ടിയില്ല. ആ ടൈഗറെല്ലാം കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഫീഡിങ് ഒരു ഗുമ്മായില്ല. അത് എന്താണെന്നറിയത്തില്ല. അത് 2 നേരം കിട്ടുന്നതുകൊണ്ട് ഇവന്മാർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കഴിക്കാനായിട്ട്. മാങ്ങ എടുക്കുക അത്രേ ഉള്ളൂ, ആ ഒരു സെറ്റപ്പ്. അപ്പം കിട്ടുമ്പോൾ ഉള്ളൊരു സെറ്റപ്പില്ലേ, അതാണ് നമ്മൾ മറ്റേ ലയൺ സ്പാർക്കിൽ കണ്ടത്. അത് നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോവാം. ഇതാണ് ഈ വണ്ടിയാണ് ഇവരുടെ സഫാരിയുടെ വണ്ടി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ സഫാരിയുടെ വണ്ടി. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇവിടേക്ക് കയറി വന്ന കാഴ്ചകളൊക്കെ എടുത്തായിരുന്നു, പക്ഷേ ഫോട്ടോ മോഡിലായിപ്പോയി, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ആ വീഡിയോ എല്ലാം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡേ സ്പാ ഉണ്ട്, അത് മസാജ് സ്പായാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു പല കാര്യങ്ങളുണ്ട്. ചെല്ലംപോഷി ടൗണിലേക്ക് ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ടാവും, അത്രേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാം ആദ്യം തന്നെ. അത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വാടി ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പം അവിടെ നല്ല ഭക്ഷണത്തിൻ്റെ മെനു ഒന്നും കണ്ടില്ല. ഈ പോർക്ക് ബെല്ലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് ഞാൻ കാണിച്ചായിരുന്നു. ഇത് കണ്ടോ നിങ്ങൾ, ഈ മുകളിൽ ഷെയ്ഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഇല്ലേ, ഗ്രേപ്സാണ്. അപ്പം മുന്തിരിയുടെ ചെടി വിൻ്റർ ആയതുകൊണ്ട് ഈ ഇലയൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നൊരു സീസണാണ്. അപ്പം ഇത് വിൻ്ററെല്ലാം കഴിഞ്ഞ് ഇല വന്ന് കഴിയുമ്പോഴുണ്ടല്ലോ വേറെ ലുക്കായിരിക്കും. മാമി ഒട്ടും മൂടിലല്ല കേട്ടോ, അതുകൊണ്ടാണ് മാമി എൻ്റെ കവക്കത്ത് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് വണ്ടിയിലേക്ക് പോവാം, എന്നിട്ട് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മാമി നമ്മളിവിടെ ഒന്നും ഇരുത്തത്തില്ല. അപ്പോൾ അങ്ങനെ കഴിച്ച വിശേഷങ്ങൾ ഞങ്ങളിത് തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് എത്തി. അപ്പം നമ്മൾ നേരെ തിരിച്ച് പോകാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയും ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് നേരെ പോയി ഭക്ഷണം കഴിക്കണം. സമയം ഏകദേശം 4 മണിയാകാറായി. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, മീനുവിന് വിശക്കുന്നുണ്ട്, മാമിക്കുട്ടിക്കാണെങ്കിൽ ഒരു ഉറക്കം വരുന്നു, വിശക്കുന്നു, എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു മൂഡിൽ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ഇതൊരു ഫാമിലി വ്ളോഗായിരുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നേരത്തെ ഉണ്ടായ പോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകും എന്നറിയാം. എന്നാലും ഒരു 4000 വാച്ചിങ് അവേഴ്സ് വരുന്നവരെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷേ വാച്ചിങ് അവേഴ്സാണ് അവിടെ കിടന്നാണ് കളിക്കുന്നത്. അപ്പം വാച്ചിങ് അവേഴ്സ് എത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തൊക്കെ വീഡിയോ കണ്ടും ഷെയർ ചെയ്തും ഒക്കെ ആളുകളിലേക്ക് എത്തിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്തു. ആഫ്രിക്കൻ മല്ലു ക്യാമ്പ്, എക്സ്പ്ലോറിംഗ് ദ നേച്ചർ, അടുത്ത ക്യാമ്പിംഗ് എപ്പിസോഡൊക്കെ ആയിട്ട്, ത്രസിപ്പിക്കുന്ന ക്യാമ്പിംഗ് എപ്പിസോഡൊക്കെ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വീണ്ടും നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.